പി ശശികല ടീച്ചർക്കെതിരായ കേസിന്റെ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തെ തുടർന്ന കേസിലാണ് സ്റ്റേ. ശശികല ടീച്ചർ നൽകിയ ഹർജിയിലാണ് ഇടപെടൽ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ടീച്ചർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് കോടതിയുടെ മറ്റു നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? സുരേഷ്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ചായിരുന്നു 2022 ഓഗസ്റ്റ് മാസം KP ശശികല ടീച്ചർക്കെതിരെ മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കേസിന്റെ തുടർ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശശികല ടീച്ചർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. അതായത് 3 മാസത്തേക്ക് ടീച്ചർക്കെതിരായിട്ടുള്ള ഈ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ് ഈ ഹർജിയിന്മേൽ വിശദമായിട്ട് വാദം കേൾക്കാമെന്നാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതായത് ഈ സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് കുന്നമ്മൽ ഭാഗത്ത്, ഈ മലപ്പുറം ജില്ലയിലെ കുന്നമ്മൽ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് 2022 ഓഗസ്റ്റ് മാസം ഒരു പ്രസംഗം ശശികല ടീച്ചർ നടത്തിയെന്നും അതിനെ തുടർന്നൊരു പരാതി മലപ്പുറത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു. അതായത് മതവിദ്വേഷ പ്രസംഗമാണ്, കലാപാഹ്വാനത്തിനാണ് ശ്രമം നടന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കേസെടുക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. പിന്നീട് പോലീസ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഈ സ്മാരകം പണിയുന്നത് ഹിന്ദുക്കളോടുള്ള ശത്രുത, അതായത് മലപ്പുറത്ത് 26% വരുന്ന ഹിന്ദുക്കളെ ശത്രുക്കളായി കണ്ടുകൊണ്ടാണല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ടീച്ചർ നടത്തിയത്. പക്ഷേ അത് മതവിദ്വേഷം നടത്തുന്ന അല്ലെങ്കിൽ മതവിദ്വേഷപരമായിട്ടുള്ള പരാമർശം ഉണ്ടെന്നും കലാപാഹ്വാനം നടത്തിയെന്നുള്ളതായിരുന്നു പരാതിയിലെ ആക്ഷേപം. എന്തായാലും ഈ പരാതിയിന്മേലെടുത്ത കേസിന്റെ തുടർ നടപടികളാണ്, അതായത് കോടതിയിലിരിക്കുന്ന കേസിന്റെ തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 2022 സെപ്റ്റംബർ 20-നാണ് ഈ കേസിന്റെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത്. തുടർന്ന് FIR അടക്കം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടീച്ചർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ടീച്ചർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സുരേഷ്, ശരി. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.